ഹൊറർ കോമഡി ജോണറിൽ വിശാഖ് കോട്ടപ്പുറം എന്ന വളാഞ്ചേരിക്കാരൻ തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ഇപ്പോൾ യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ച് മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ്. സീക്രട്സ് ഓഫ് മന എന്നു പേരിട്ടിരിക്കുന്ന ഹ്രസ്വചിത്രം ഐതിഹ്യമാലയിൽ നിന്നുള്ള ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു സസ്പെൻസ് നിലനിർത്തുന്ന ക്ലൈമാക്സ് കൂടി ഉൾപ്പെടുത്തി രണ്ടാം ഭാഗത്തിനുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ നിലനിർത്തിയാണ് ചിത്രം അവസാനിക്കുന്നത്. ഇത് നമ്മളെ സീക്രട്സ് ഓഫ് മന എന്ന ഷോർട്ട് ഫിലിം ഈ മാസം സെപ്റ്റംബർ 13 റിലീസ് ചെയ്തത്. ഇതൊരു ഹൊറർ കോമഡി ഗണത്തിൽ പെടുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു 35,000 വ്യൂസൊക്കെ വന്നു തുടങ്ങി. നല്ല റെസ്പോൺസൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ ഈ ഐതിഹ്യമാലയിലുള്ള ഒരു മിത്തൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അത് പ്രസൻറ്റ് കാലഘട്ടത്തിലേക്ക് കൊളാബ് ചെയ്ത് കഴിഞ്ഞുള്ള നമ്മളൊരു ശ്രമമാണ്. പ്രൊഡ്യൂസ് ചെയ്തത് മുരളി ഏട്ടനാണ്, മദ്രാസ് മലയാളി യൂട്യൂബ് ചാനലിൽ. പിന്നെ ഇതിൽ അഭിനയിച്ചവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്, അതുപോലെ തന്നെ നമ്മളെ ജ്യേഷ്ഠന്മാരൊക്കെ തന്നെയാണ്. നമ്മളെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് വന്നുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ ആദ്യ ഭാഗത്തിൻ്റെ ഒരു അവസാനം ഒരു സസ്പെൻസോടെ നിർത്തി വെച്ചിരിക്കുകയാണ്, സെക്കൻഡ് ഭാഗം ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുത്ത് കഴിഞ്ഞു. അപ്പോൾ ഒക്ടോബറിൽ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള വെള്ളാപ്പള്ളി മനയിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. എന്തായാലും യൂട്യൂബിൽ ഇത് കണ്ട് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. പിന്നെ ഞാനിത് എൻ്റെ 4ാമത്തെ ഷോർട്ട് ഫിലിമാണ്. ആദ്യത്തേത് പാതിരാക്കളം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമായിരുന്നു. അതൊരു ആക്ഷൻ ത്രില്ലറായിരുന്നു. രണ്ടാമത്തത് ഒരു 3-ാം തരംഗം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. അത് നമ്മളെ ലോക്ക്ഡൗൺ ബേസ് ചെയ്ത്, കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ലോക്ക്ഡൗണിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. 3ാമത്തത് കാൽപ്പാട്, അതൊരു കുറച്ച് രാഷ്ട്രീയമൊക്കെ പറയുന്നൊരു പോലീസുകാരെ ഒരു കഥയായിരുന്നു. ഇത് നമ്മൾ തികച്ചൊരു പ്രേക്ഷകർക്ക് ഒന്നുകൂടി നല്ലൊരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്.